അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വിജയം. മയക്കുവെടിവെച്ച് പിടികൂടിയ ആനയെ കോടനാട്ടെ അഭയാരണ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം ചികിത്സ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം തുടങ്ങിയത്. 6:40 ആന വെറ്റിലപ്പാറ ചിക്ലായിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ചാലക്കുടിപ്പുഴ നീന്തി ആനയ്ക്കൊപ്പമുണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടാനയും കാലടി പ്ലാന്റേഷനിലെത്തി. പിന്നാലെ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് സംഘം ആനയ്ക്ക് അരികിലേക്ക്. ഏകദേശം 7:15 വെറ്റിലപ്പാറയിലെ 17-ാം ബ്ലോക്കിൽ വെച്ച് ദൗത്യസംഘം ആനയെ മയക്കുവെടിവെച്ചു. മയക്കുവെടിയേറ്റ ആനയെ ഒപ്പമുണ്ടായിരുന്ന കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും താഴെ വീണു പോവുകയായിരുന്നു. പിന്നാലെ ഗണപതിയെ ദൗത്യസംഘം റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ച് തുരത്തി. ഉടൻ അരുൺ സഖറിയും സംഘവും മയങ്ങി വീണ ആനയ്ക്ക് അരികിലെത്തി. മുറിവിലെ പഴുപ്പും പുഴുക്കളെയും ചളിയും മണ്ണുമെല്ലാം നീക്കം ചെയ്തു. മരുന്ന് വെച്ചു, ഡ്രിപ്പിട്ടു. ആനയുടെ ശരീര ഊഷ്മാവ് കുറച്ചു നിർത്താൻ വെള്ളം നനച്ചു കൊടുത്തു. സമയം 8:45. മയങ്ങി വീണ ആന സ്വമേധയാ എഴുന്നേറ്റു. ഏകദേശം 1 അടിയോളം മുറിവിന് ആഴമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇരുവശത്തും പുറകിലുമായി നിന്ന കുങ്കി ആനകളായ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രമും ചേർന്ന് അനിമൽ ആംബുലൻസ് ലോറിയിലേക്ക് പരിക്കേറ്റ ആനയെ തള്ളിക്കയറ്റുകയായിരുന്നു. 9:30 ആനയെയും വഹിച്ചുകൊണ്ടുള്ള ലോറി കോടനാട്ടേക്ക്. 10:30 ആനയെ കോടനാട് എത്തിച്ചു. കൂടെ അരുൺ സഖറിയും സംഘവും. ഇതോടെ അതിരപ്പിള്ളി ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണ വിജയമായിരുന്നു. 2ാം ഘട്ടമായിട്ടാണ് ആനയെ സുരക്ഷിതമായി പണികഴിപ്പിച്ച ആനക്കൂട്ടിലേക്ക് കയറ്റുക എന്ന ലക്ഷ്യവും നിർവഹിച്ചത്. ഉച്ചയ്ക്ക് 12:30 വിജയം കണ്ടു. ഇനി കാത്തിരിപ്പാണ്. 1.5 മാസത്തോളം തുടർ ചികിത്സ വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മസ്തകത്തിലെ മുറിവ് പൂർണ്ണമായി ഉണങ്ങി ആന ആരോഗ്യവാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. ജനുവരി 15 മുറിവേറ്റ ആനയെ അതിരപ്പിള്ളി മേഖലയിൽ കാണുന്നത്. ഇതിനെ തുടർന്ന് 24-ാം തീയതി പിടികൂടി ചികിത്സ നൽകിയിരുന്നു. എന്നാൽ ഈ മുറിവ് പഴുക്കുകയും മുറിവിൽ പുഴുവരിച്ച ആന അവശനിലയിൽ ആയതോടെയാണ് ആനയെ പിടികൂടി വീണ്ടും കൂടുതൽ ചികിത്സ നൽകുവാൻ നടപടി സ്വീകരിച്ചത്. ചികിത്സയ്ക്കുള്ള കൂട് തയ്യാറാക്കുവാൻ കുറച്ച് സമയമെടുത്തതാണ് ചികിത്സ കുറച്ച് വൈകാൻ കാരണമായത്. വാഴച്ചാൽ DFO R ലക്ഷ്മി അടക്കമുള്ള ഉന്നത വകുപ്പ് മേധാവികളുടെയും മറ്റും സാന്നിധ്യത്തിലായിരുന്നു ചികിത്സ നടപടികൾക്ക് തുടക്കമായത്.